ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റായി എത്തിയത്. അപ്പം എന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ ഉച്ചത്തേക്കും കൂടെ ഞാൻ എന്തായാലും കൊണ്ടുപോകാം കേട്ടോ. വെളിയിൽ നിന്ന് അധികം ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ചോറാണ് ഞാൻ വെച്ചത് കേട്ടോ. ചോറും പിന്നെ പയർ തോരൻ, പിന്നെ മറ്റത് വയ്ക്കുന്നതേ ഉള്ളൂ, ഞാനത് കാണിക്കാം. ചോറ് കുക്കറിൽ റെഡിയായിരിക്കുന്നുണ്ട്. പിന്നെ പയർ തോരനാണ് ഇത്. പയർ തോരനാണ് ഇത്. ഈസി ആയിട്ട് എളുപ്പത്തിൽ വയ്ക്കാം. നിങ്ങളൊക്കെ എല്ലാം വയ്ക്കാറിയത്. ഞാൻ പയർ ആദ്യം ഇതിലോട്ടിട്ടിട്ട് പിന്നെ തേങ്ങയും ഇതുണ്ടല്ലോ വെളുത്തുള്ളി അതെല്ലാം ഇടിച്ച് ചതച്ച് ജീരകവും എല്ലാം കൂടെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് പിന്നെ വിളമ്പങ്ങ് കാണിച്ചു തരാം. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കാം മസാല ചേർത്തിട്ട്. ഇതിട്ട് ഞാൻ കിളിമീനെ ഞവരെ നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു ഇതിനാണ് കിളിമീൻ എന്ന് ഇവിടെ പറയുന്നത്. നമ്മളവിടെയും കിളിമീൻ എന്നൊക്കെയാണ് പറയുന്നത് ട്രിവാൻഡ്രത്ത്. ഇവിടുത്തെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്രൈയും കൂടെ ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെ ചോറ് റെഡിയായി, പയർ തോരൻ റെഡിയായി. ഇതിൽ ഞാൻ പയറിൽ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മുളക് പൊടി ഞാൻ ജീരകം കുറച്ചിടും, പിന്നെ വെളുത്തുള്ളി ചതച്ചിടും കേട്ടോ. തേങ്ങ എല്ലാം കൂടെ ഒന്ന് കശക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അതൊന്ന് വേവിച്ചിട്ട് പിന്നെ അതിൽ അടപ്പെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ 2-3 വിസിലടിക്കും. ഇപ്പോഴത്തേക്ക് വെന്ത് വരും. ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. എനിക്ക് ചോറെല്ലാം എനിക്ക് കൊണ്ടുപോകാനും കഴിക്കാനായിട്ട് എടുക്കണം. ഒന്ന് എടുത്തിട്ട് കാണിക്കാം. അങ്ങനെ എല്ലാം വിളമ്പി കേട്ടോ. ഇത് ചോറെടുത്തു, പയർ തോരൻ, മീൻ ഫിഷ് ഫ്രൈ കേട്ടോ. ഇത്രയും എനിക്കിപ്പം കഴിക്കാൻ വേണ്ടി എടുത്തു. ചോറും പിന്നെ പയർ തോരനും മീനും കൊണ്ടുപോകാനെടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഇത് നാളെ ഉച്ചത്തേക്കുള്ളത് റെഡിയായി. ഇപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് കഴിച്ച് കാണിച്ചിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ഇതൊക്കെയാണ്, ഒന്ന് കഴിച്ച് നോക്കാം. കുറച്ച് പയറെടുത്ത് ചോറിലോട്ട് വെച്ച് മീന് നല്ല ചൂട് കേട്ടോ. കുറച്ച് മീനെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് കഴിക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഈ മീൻ ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കറി എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, നല്ല രീതിയിൽ വെച്ചാൽ പറ്റും. പക്ഷെ ഫ്രൈ ആയി കഴിഞ്ഞാൽ കിളിമീൻ എന്നാണ് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് അങ്ങോട്ടൊക്കെ. ഇവിടെ അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അവിടെ എന്തോ എഴുതി വെച്ചിരിക്കുന്നതാണ്. പയർ തോരനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വയ്ക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഒഴിച്ചേറിയൊന്നുമില്ല, ഇത് തന്നെ മതി കഴിക്കാൻ വേണ്ടി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. Thank you for watching.